ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്മസ് ക്രിബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഉണങ്ങിയ ജാതിയുടെ പുറന്തോടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പീസുകൾ കറക്റ്റ് വലുപ്പത്തിലെടുത്തിട്ട് നമ്മളിവിടെ ഒരു റൗണ്ട് പലക ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് സൈഡിലും ഒരെണ്ണൊട്ടിക്കണം. ഇപ്പം നമ്മളതിൻ്റെ മേൽക്കൂര വെച്ചു. അത് വയ്ക്കുന്നത് ഈ പുറന്തോട് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഷേപ്പുള്ള തോടെടുത്തിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വക്കൂല് അത് വെട്ടിയെടുക്കുകയാണ്. അത് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ തെങ്ങൊക്കെ വെട്ടി ഉണങ്ങി നിൽക്കുന്നതിൻ്റെയൊക്കെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പഴയ മരങ്ങളുടെയൊക്കെ പണ്ടത്തെ മരങ്ങളുടെയൊക്കെ കഷ്ണങ്ങളാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളിത് കുറച്ച് പുല്ല്, അത് പ്ലാസ്റ്റിക് പുല്ലായാലും നമുക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് പുല്ല് വെച്ച് കൊടുത്താലും മതിയാകും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ കുറച്ച് കാലത്തേക്ക് നിൽക്കും. ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഏത് മോഡൽ പോലെ ആക്കാം. ബക്കോലിന് പകരം വേറെ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതിയാകും. പിന്നെ ഇപ്പം നമ്മളിവിടെ ഒരു ലൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അധികം വിലയൊന്നുമില്ല. ഇപ്പോൾ 30 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. വേറെ കറണ്ടിലൊന്നും കുത്തണ്ടല്ലോ. അപ്പോൾ എളുപ്പവുമാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ വെച്ചോളാം, ഇട്ടിട്ടില്ല. അഴിച്ച് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ മുകളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഔഷധമാവും മിഷനൊക്കെ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ വലുപ്പം കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി വലുപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ചെറുതാണ് ഉണ്ടാക്കിയത്. ഇഷ്ടമായി കാണും വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.